വാഴ്ത്തപ്പെട്ട മറിയമേ, വാഴ്ത്തപ്പെട്ട പരിശുദ്ധ മറിയമേ, ദൈവകൃപയാൽ നിറഞ്ഞവളെ, നിന്റെ ജീവിതം മുഴുവൻ ദൈവത്തിന് സമർപ്പിച്ചവളായ നിന്നോടുകൂടെ കർത്താവ് എപ്പോഴും ഉണ്ടായിരിക്കുന്നു. ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത പുത്രിമാരിൽ നീ അതിപ്രത്യേകമായവൾ. ദൈവത്തിൻ്റെ ഇഷ്ടം കേൾക്കുകയും വിനയത്തോടെ അതിന് കീഴടങ്ങുകയും ചെയ്ത നിന്റെ മഹത്വം എല്ലാ തലമുറകളും പുകഴ്ത്തുന്നു. സ്ത്രീകളിൽ നീ വാഴ്ത്തപ്പെട്ടവളാണ്. കാരണം ദൈവത്തിൻ്റെ രക്ഷാപദ്ധതിക്ക് വഴിവെക്കാൻ നീ നിന്റെ ജീവിതം സമർപ്പിച്ചു. നിന്റെ ഗർഭഫലമായ യേശു, ലോകത്തിൻ്റെ രക്ഷകനും സമാധാനത്തിൻ്റെ നാഥനും നിന്റെ ഗർഭത്തിൽ വളർന്നു. നിന്റെ അതേ എന്നൊരു ചെറുവാക്ക് മുഖാന്തരം മനുഷ്യരാശിക്ക് ഉദയം കിട്ടിയത് ഏറ്റവും വലിയ പ്രത്യാശയാണ്. ലോകത്തിന് ദൈവപുത്രനെ നൽകാൻ യോഗ്യയായ പാത്രമായി നിന്നെ ദൈവം തിരഞ്ഞെടുത്തത് നിന്റെ നിർമ്മലതയുടെയും വിശുദ്ധിയുടെയും തെളിവാണ്. പരിശുദ്ധ മറിയമേ, എല്ലാ വിശ്വാസികളുടെയും മാതാവേ, മനുഷ്യരുടെ ദുർബലതകളെയും വേദനകളെയും മനസ്സിലാക്കുന്ന കരുണയുടെ മാതാവേ, ഞങ്ങളെപ്പോലുള്ള പാപികൾക്കായി നീ ഇടപെടുന്നു. ഞങ്ങൾ വീഴുമ്പോൾ കരുണയോടെ കൈത്താങ്ങും. ഞങ്ങൾ നിരാശയിൽ ആണെങ്കിൽ പ്രത്യാശയിലേക്ക് നയിക്കും. ദൈവത്തിൽ നിന്ന് അകലുമ്പോൾ നീ നമ്മെ തിരികെ അവൻ്റെ പ്രകാശത്തിലേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നു. ഇപ്പോൾ നമ്മൾ ജീവിക്കുന്ന ഈ ലോകത്തിലെ പ്രലോഭനങ്ങളും പരീക്ഷണങ്ങളും ആശങ്കകളും നടുവിൽ നിന്റെ ഇടപെടലിൻ്റെ ശക്തി ഞങ്ങൾ അപേക്ഷിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ ശുദ്ധീകരിക്കുകയും ദൈവത്തിൻ്റെ ഇഷ്ടം തിരിച്ചറിയാനുള്ള ജ്ഞാനം നൽകുകയും വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാൻ കരുണ പ്രദാനം ചെയ്യുകയും ചെയ്യണമേ. നീ എന്നെപ്പോലെ വിനയവും അനുസരണവും ദൈവസ്നേഹവും നിറഞ്ഞ ജീവിതം നയിക്കാനുള്ള ശക്തി നൽകിയാലും ഞങ്ങളുടെ മരണസമയത്തും എല്ലാ ഭയങ്ങളും ആശങ്കകളും മാറി ദൈവത്തിൻ്റെ സമാധാനത്തിലേക്ക് കടക്കാൻ നിന്റെ പരിരക്ഷയും പ്രാർത്ഥനയും ഞങ്ങൾ അപേക്ഷിക്കുന്നു. അവസാന നിമിഷങ്ങളിൽ യേശുവിൻ്റെ കരുണാമുഖം കാണാൻ നിന്റെ മാതൃസ്നേഹം ഞങ്ങൾക്ക് ആശ്രയമായിരിക്കട്ടെ. പരിശുദ്ധ മറിയമേ, ദൈവമാതാവേ, നിത്യമായി ഞങ്ങൾക്കായി പ്രാർത്ഥിക്കണമേ. ആമേൻ. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.